ഹായ് ഫ്രണ്ട്സ്, ഞാൻ സോണി. എല്ലാവർക്കും 7 ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പണ്ടൊക്കെ നമ്മുടെ പറമ്പുകളിലും റോഡരികിലും ഒക്കെ ധാരാളമായി കണ്ടിരുന്ന ഒരു ചെടിയാണ് ഈ ഞൊട്ടാഞ്ഞൊടിയൻ. ഈ ചെടി ഞൊട്ടാഞ്ഞൊടിയൻ, ഞൊട്ടങ്ങ, ഞൊട്ടയ്ക്ക, ഞൊട്ടാമ്പുളി എന്നൊക്കെ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ആദ്യമൊക്കെ ഇതിൻ്റെ കായ് പറിച്ച് നെറ്റിയിലടിച്ച് പൊട്ടിക്കുന്നത് പഴയ ആൾക്കാരുടെ ഒരു ശീലമായിരുന്നു. മഴക്കാലത്ത് ഇത് ധാരാളമായി നമ്മുടെ പറമ്പുകളിലൊക്കെ മുളച്ചു വരുന്ന ഒരു ചെടിയാണ് കേട്ടോ. മഴ കഴിഞ്ഞു കഴിഞ്ഞാൽ അതോട് കൂടിയിട്ട് സാധാരണയായി ഈ ചെടിയും നശിച്ചു പോകാറാണ് പതിവ്. അന്ന് ഈ ചെടിക്ക് ആരും അത്ര പ്രാധാന്യമൊന്നും കൊടുത്തിരുന്ന ഒരു ചെടിയല്ല. ഇതൊരു കാട്ടു ചെടിയായിട്ടാണ് സാധാരണ കണക്കാക്കി പോന്നിരുന്നത്. എന്നാൽ ഇന്ന് ഈ ചെടി മാർക്കറ്റിൽ അത്യാവശ്യം നല്ല മൂല്യമുള്ള ഒരു ചെടിയും അതുപോലെ തന്നെ ഇതിൻ്റെ പഴങ്ങൾക്ക് നല്ല ഡിമാൻഡുമാണ് മാർക്കറ്റിൽ കിട്ടുന്നത്. അതിനുള്ള പ്രധാന കാരണം ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയായും ഇതിൻ്റെ പഴം ഒരുപാട് ഔഷധ ഗുണങ്ങൾ നിറഞ്ഞൊരു പഴമായും ഇന്നത് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ധാരാളമായി വിറ്റാമിൻ എ, വിറ്റാമിൻ സി, ഫൈബർ, അതുപോലെ മറ്റു ഓക്സിഡൻറ്റുകൾ ഇതൊക്കെ ധാരാളമായി ഈ പഴത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പഴങ്ങൾ കഴിക്കുന്നത് കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും അതുപോലെ ഉദരസംബന്ധമായ അസുഖങ്ങൾക്കും അതുപോലെ തന്നെ ക്യാൻസറിന് ഇത് സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരാനുള്ള സാധ്യത കുറയ്ക്കാനും ഒക്കെ ഇത് വളരെ ഗുണം ചെയ്യുന്ന ഒരു പഴം കൂടിയാണ്. ഇതിൻ്റെ നന്നായി പഴുത്ത പഴം കഴിക്കുന്നത് പൊണ്ണത്തടി കുറയ്ക്കാനും അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് സ്ഥിരമായി കഴിക്കുന്നത് പ്രമേഹം കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ്. ഇതിൻ്റെ തൈകൾ നിങ്ങളുടെ പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ അത് പറിച്ചു കളയാതെ വളർത്തിക്കൊണ്ടുവരികയും അതുപോലെ തന്നെ ഇതിൻ്റെ തൈ എവിടുന്നെങ്കിലും കിട്ടിയാൽ അതൊരു ചെടിച്ചട്ടിയിലൊക്കെ നട്ടു വളർത്തിക്കൊണ്ടുവരുന്നതും വളരെ നല്ലതാണ്. യാതൊരു വിഷവും കേടുമൊന്നുമില്ലാതെ വളർന്നു വരുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ പഴങ്ങളൊക്കെ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനൊക്കെ വളരെ ഗുണകരമാണ്. ഇതിൻ്റെ പച്ചക്കായകൾക്ക് ഒരു കയ്പും പുളിപ്പും കലർന്നിട്ടുള്ള ഒരു സ്വാദും ഇത് നന്നായി പഴുത്ത് കഴിഞ്ഞാൽ അതിന് പുളിപ്പോട് കൂടിയ ഒരു മധുരവുമാണുള്ളത്. അതുപോലെ തന്നെയാണ് ഇത് പഴുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല മഞ്ഞ കളറിലേക്ക്, അതായത് ഒരു ഗോൾഡൻ കളറിലേക്ക് ഇത് മാറുന്നതാണ്. ഇംഗ്ലീഷിൽ ഇതിനെ ഗോൾഡൻ ബെറി എന്നാണ് അറിയപ്പെടുന്നത്.